Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന കവിതയിലെ ഒരു ഷോർട്ട് സമ്മറിയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിതിനകത്ത് എഴുതണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നോക്കൂ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ലൈഫ് ആസ് എ സ്റ്റേജ്. ഷേക്സ്പിയർ താരതമ്യം ചെയ്യുന്നു ലൈഫ് ടു എ സ്റ്റേജ്, ജീവിതത്തെ ഒരു സ്റ്റേജിനോട്, വേദിയോട്. വേർ മെൻ ആൻഡ് വിമൻ ആർ ആക്ടേഴ്സ്, അവിടെ സ്ത്രീകളും പുരുഷന്മാരും എന്താണ്, അഭിനേതാക്കളാണ്. പ്ലേയിങ് ഡിഫറെൻറ്റ് റോൾസ്, അവരവരുടെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നു. ദെൻ അടുത്ത കാര്യം നോക്കുന്നത് എന്താണ്, 7 സ്റ്റേജസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദ പേഴ്സൺസ് ലൈഫ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 7 സ്റ്റേജസ്. ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളായിട്ടാണ്, വേദികളായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഈച്ച് റെപ്രസെൻറ്റിങ് എ സിഗ്നിഫിക്കൻറ്റ് ഫേസ്, ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് സവിശേഷമായ ഘട്ടത്തെയാണ്. സ്റ്റേജ് 1, ഇൻഫൻസി. ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫൻസി, ശൈശവം. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻഫൻസി where a person is helpless and dependent. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവമാണ്. അവിടെ നമ്മൾ നിസ്സഹായരാണ്, ഡിപ്പെൻഡൻറ്റ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. ഓൺ അതേഴ്സ്, ക്രൈയിങ്, കരയുന്നു, വൊമിറ്റിംഗ്, ഛർദ്ദിക്കുന്നു. ഇൻ ദെയർ നേഴ്സസ് ആംസ്, നേഴ്സിൻ്റെ കൈകളിൽ ഇരുന്നുകൊണ്ട്. സ്റ്റേജ് 2, ചൈൽഡ്ഹുഡ്, കുട്ടിത്തം, കുട്ടിക്കാലഘട്ടം, അല്ലെങ്കിൽ നമ്മൾ ബാല്യകാലം എന്നൊക്കെ പറയും. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ചൈൽഡ്ഹുഡ് where the person is a whining school boy unwilling to go to school. രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്കൂളിലേക്ക് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്കൂൾ ബോയിയാണ്. സ്റ്റേജ് 3, അഡോളസൻസ്, നമ്മൾ കൗമാരത്തിലേക്ക് കടക്കുന്നു. ദ തേർഡ് സ്റ്റേജ് ഇസ് അഡോളസൻസ് where a person is a lover, അപ്പോഴത്തേക്ക് കാമുകനായി മാറുന്നു. സൈൻ ലൈക്ക് എ ഫർണസ്, തീച്ചൂള പോലെ നെടുവീർപ്പെടുന്നു. ആൻഡ് റൈറ്റിംഗ് ബെല്ലാഡ്സ് ടു ദെയർ ബിലവഡ്സ്, അവൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട്, കാമുകിക്ക് വേണ്ടിയിട്ട് കവിതകൾ എഴുതുന്നു, അവളെ പറ്റി എഴുതുന്നു. സ്റ്റേജ് 4, യങ് അഡൾട്ട്ഹുഡ്, അല്ലേ, യൗവനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ദ ഫോർത്ത് സ്റ്റേജ് ഈസ് യങ് അഡൾട്ട്ഹുഡ് where the person is a soldier. അപ്പോൾ നമ്മളൊരു പട്ടാളക്കാരനെ പോലെയാണ്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്, വിചിത്രമായ ശബ്ദങ്ങളൊക്കെ നമ്മളെടുക്കും. ആൻഡ് ബിയേർഡഡ്, സീക്കിംഗ് ഓണർ ആൻഡ് റെപ്യൂട്ടേഷൻ. ഓണറിൻ്റെ സ്പെല്ലിങ് HONOUR. നമ്മൾ അഭിമാനങ്ങളെ തേടുന്നു, പദവികളെ തേടുന്നു, താടിയൊക്കെ വളർത്തുന്നു, ആ ഒരു സാഹചര്യം. പിന്നെ വരുന്നത് 5th ഏജാണ്, മിഡിൽ ഏജ് കാലഘട്ടമാണ് 5th ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 5th ഏജിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ജസ്റ്റിസ് എന്ന് നമ്മൾ പറയേണ്ടായി. 5th ഏജ് ഇസ് മിഡിൽ ഏജ് വേർ ദ പേഴ്സൺ ഈസ് എ ജസ്റ്റിസ്, ഫെയർ ആൻഡ് വൈസ്, കുറച്ചും കൂടെ ബുദ്ധിയുള്ളവനായിട്ട്, കുറച്ചും കൂടെ കാര്യങ്ങളെ നല്ല രീതിയിൽ കാണുന്നവനായിട്ട്, കുറച്ചും കൂടെയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നവനായിട്ട് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണാൻ പറ്റുന്നത്. പക്ഷേ അവൻ്റെ ആരോഗ്യമൊന്നും അവൻ നല്ലപോലെ നോക്കി കാണുന്നില്ല, അല്ലെ, തടിച്ച വയറൊക്കെ ഇങ്ങനെ വീർത്ത് റൗണ്ട് ബെല്ലിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റേജിൽ, നമ്മൾ 6ാമത്തെ സ്റ്റേജിൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആണ്, അല്ലേ, പ്രായമായ കാലഘട്ടമാണ്. വേർ ദ പേഴ്സൺ ബിക്കംസ് ലീൻ ആൻഡ് ഫ്രെയിൽ, മെലിഞ്ഞിരിക്കും, ഫ്രെയിൽ, ദുർബലനായിരിക്കും. വെയറിങ് സ്ലിപ്പേഴ്സ്, നോക്കൂ, ചെരുപ്പുകളൊക്കെ ധരിച്ചിട്ടല്ലാതെ അവന് നടക്കാൻ പറ്റില്ല. നമ്മൾ പാടെടുത്ത സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാക്കിന് പല അർത്ഥങ്ങളും വരുന്നുണ്ട് എന്ന്. ആ രീതിയിൽ നമുക്കെടുക്കാം. അതല്ലെങ്കിൽ ലൂസായ വസ്ത്രങ്ങൾ ധരിച്ചവൻ എന്നെടുക്കാം. പിന്നെ കണ്ണട വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ 2 സൈഡിലും പൗച്ച് ഇട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പൗച്ചിനും നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരർത്ഥം കൊടുത്തു. താടി അല്ലെങ്കിൽ കയ്യും കാലുമൊക്കെ നമ്മുടെ ഫ്ലഷൊക്കെ ഒന്ന് ഉടഞ്ഞത് കാരണം തൊലിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവില്ലേ വയസ്സായ ആൾക്കാരുടെ, ആ രീതിയിലും നമുക്ക് എടുക്കാം. സോ രണ്ടാണെങ്കിലും നമുക്ക് മെറ്റഫർ അവിടെ ഉപയോഗിക്കാം. കാരണം ഒരു രൂപം പറഞ്ഞ് മറ്റർത്ഥമല്ലേ നമ്മൾ എടുക്കുന്നത്. ഇവിടെ സ്ലിപ്പേർഡ് പാൻറ്റലോൺ എന്ന് പറയുന്നിടത്തും അതേപോലെ
പൗച്ച് ഓൺ സൈഡ് എന്ന് പറയുന്നിടത്തും ഒക്കെ നമുക്ക് മെറ്റഫർ എടുക്കാം. കാരണം ഒരെണ്ണം പറഞ്ഞ് മറ്റൊന്നിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട്. ഇതാണ് അടുത്ത സ്റ്റേജ്. 7th സ്റ്റേജാണ്. എക്സ്ട്രീം ഓൾഡ് ഏജിനെയാണ് നമ്മൾ 7th സ്റ്റേജ് എന്ന് പറയാം. നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദ 7th സ്റ്റേജ് ഈസ് എക്സ്ട്രീം ഓൾഡ് ഏജ് വേർ ദ പേഴ്സൺ എൻറ്റേഴ്സ് എ സെക്കൻഡ് ചൈൽഡിഷ്നെസ്. നമ്മുടെ രണ്ടാം കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക. നമ്മളുടെ എല്ലാം നമുക്ക് വിട്ടുപോകും അല്ലേ. നമ്മളുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകും, കാഴ്ചശക്തി പോകും, ടേസ്റ്റ് നഷ്ടപ്പെടും, എല്ലാം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന മറവി രോഗമൊക്കെ ഉള്ള മറ്റൊരു കാലഘട്ടം. ഇത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ അനുഭവിച്ചതാണ്. അതേ അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു പോകും എന്നാണ് 7th സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ. ആൻഡ് ലോസിങ് ദെയർ സെൻസസ് ആൻഡ് ഫാക്കൽറ്റീസ്. നമ്മുടെ എല്ലാ ബോധവും നഷ്ടപ്പെടും, നമ്മുടെ കഴിവുകളും നഷ്ടപ്പെടും. ഇനി ഇതിനകത്ത് തീം എന്ന് പറയുന്നത് ദ പോം എക്സ്പ്ലോർസ് തീംസ് ഓഫ് മോർട്ടാലിറ്റി, ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. അതായത് മരണം നമുക്ക് എന്തായാലും കടന്നു വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ സമയത്തിൻ്റെ കടന്നുപോക്കിനെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ അനുഭവങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ ടു എ തിയേറ്റർ, അതാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞ്. ഷേക്സ്പിയർ യൂസസ് എ തിയേറ്റർ മെറ്റഫോർ ടു ഡിസ്ക്രൈബ് ലൈഫ്, ഹൈലൈറ്റിംഗ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഇപ്പോൾ സ്റ്റേജിൽ നമ്മൾ അഭിനയിച്ച് കടന്നു പോകുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഓരോ മിനിറ്റും ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മുടെ അവസാനത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫാണ്. ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോം പോർട്രേസ് എ ഹ്യൂമൻ ലൈഫ് ആസ് എ സീരീസ് ഓഫ് റോൾസ്. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഓരോരോ സമയത്ത് ഓരോരോ റോളുകൾ ആടുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ സമയത്ത് നമ്മൾ ഓരോ തരത്തിലായിരിക്കും, ഓരോ സവിശേഷതയായിരിക്കും നമുക്കുണ്ടാവുക. ലവറായിരിക്കുന്ന കാലഘട്ടം ആയിരിക്കില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്റ്റേജ് മാറും. നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറും. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരും ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നെക്സ്റ്റ് സെറ്റയർ ആൻഡ് സിനിസിസം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറ്റയറും സിനിസിസവുമാണ്. ഷേക്സ്പിയേഴ്സ് പോം ഹാസ് എ ടച്ച് ഓഫ് എ സെറ്റയർ ആൻഡ് സിനിസിസം, പോക്കിംഗ് ഫൺ അറ്റ് ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ടുകൊണ്ടും മനുഷ്യരുടെ സ്വഭാവത്തെ തമാശ രൂപേണ അവതരിപ്പിക്കുകയാണ് അല്ലേ, കളിയാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അബ്സേർഡിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ടത്തരങ്ങളെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കുറേ ഇമേജറീസ് ഉപയോഗിക്കുന്നുണ്ട്. ദ പോം യൂസസ് വിവിഡ് ഇമേജറി ടു ഡിസ്ക്രൈബ് ഈച്ച് സ്റ്റേജ് ഓഫ് ലൈഫ്, ക്രിയേറ്റിംഗ് പവർഫുൾ ഇമേജസ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. നമ്മളിത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഓരോ രൂപങ്ങളും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞ് പോകും. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിഷ്വൽ ഇമേജ് ആണെങ്കിലും ഓഡിറ്ററി ഇമേജ് ആണെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, symbolism. The 7 ages symbolizes the different stages of human life from birth to death. ജനനം തൊട്ട് മരണം വരെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളെയാണ് ഈ 7 കാലഘട്ടം എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, philosophical reflection. The poem is a philosophical reflection on life. ജീവിതത്തിൻ്റെ താത്വികമായിട്ടുള്ളൊരു അവലോകനമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. എൻകറേജിങ് റീഡേഴ്സ് ടു അപ്രീഷിയേറ്റ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജസിനെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. That's all for now. Thank you.